വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ കൊടുക്കണം. അല്ല സ്പൾബർ ഞാൻ ഒരു കാര്യം പറയാം, സ്പൾബർ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം പറഞ്ഞാൽ സ്പൾബറുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഷാനിദ് റഹ്മാന് ഹനാൻഷ പറഞ്ഞാൽ ഈ പ്രശ്നം നിർത്തും. ഹനാൻഷ പറഞ്ഞ നിർത്തും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു മക്കളെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞാലോ, ഹനാൻഷാനെ പോലെ തന്നെയാണ് എന്റെ സ്പൾബർ. ഓ എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞോ, ഷാജാന ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കിച്ചു, ഇതൊന്ന് ഒഴിവാക്ക. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു ഈ തെറിയിട്ടാന്നൊക്കെ മോശയിക്കണം. ഞാൻ പബ്ലിക്കിൽ ഒന്ന് മാപ്പ് പറഞ്ഞില്ലേ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ തെറി പറഞ്ഞ പബ്ലിക്കിൽ ഒന്ന് മാപ്പ് പറഞ്ഞു. എന്റെ കാരണം കൊണ്ട് ഓൻ ഒരിക്കലും ഇതിലൊന്നല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇന്റെ ഒപ്പം വീഡിയോ ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർ എന്തെങ്കിലും ഓല ഇതിലൊന്നും പോയിക്കാണ്ട് കമന്റ് ഇടാത്ത എന്തെങ്കിലും കമന്റ് ഇടാത്ത ഓൻ ഇതിലൊന്നും കേട്ടോ. അപ്പൊ സംഭവം എന്താണ് നിങ്ങൾ കണ്ടില്ലേ? അതായത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച ആളല്ല. പക്ഷെ നമ്മളിപ്പോ ഓഫ് റോഡൊക്കെ പോയി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നുണ്ട് ഇതിലൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റണം. നിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടും അതുപോലെ തന്നെ വേറുള്ള പോസ്റ്റിന്റെ അടി വന്നിട്ടൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് നിന്നെ നെഗറ്റീവായിട്ട് എന്നുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ലത്. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഷാജാനോ അല്ലെങ്കിൽ തൊപ്പിയോ ആയിട്ട് നമുക്ക് യാതൊരു വിഷയവുമില്ല. ഇനിയിപ്പോൾ മറ്റുള്ള ഒരുപാട് ബ്ലോഗേഴ്സിന്റെ കൂടെ നമ്മൾ കൊളാബ് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യത്തിന് യാത്ര ചെയ്യായിരുന്നു. അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നല്ല കാര്യം ചെയ്യുന്ന ഒരാളും കൂടിയാണ് സ്പൾബർ. ഒരു കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി പോണ ആളല്ല കേട്ടോ.